നമസ്കാരം. ഇന്ന് നമ്മൾ ഒഴിവിലൊടുക്കത്തിൻ്റെ 86-ാമത്തെ ശ്ലോകം അല്ലെങ്കിൽ വെൺപ, അതായത് 2-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വെൺപയാണ് ഇന്ന് ചിന്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പക്വന് ആത്മാനുഭവം ഉണ്ടാകുന്നത് വഴിതെറ്റിപ്പോയ ഒരു കപ്പൽ കരയ്ക്കടുക്കും പോലെയും മാറാവ്യാധികൾ പെട്ടെന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദം പോലെയൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ ഈ പഞ്ചകോശങ്ങളെ അകറ്റി അതിനകത്തിരിക്കുന്ന ആത്മാവിനെ കണ്ടുപിടിക്കുന്ന രീതിയെ പറയുകയാണ്. നമുക്കറിയാം, ഒഴിവിലൊടുക്കം മഹാജ്ഞാനിയായ കണ്ണുടെ വെള്ളലാർ എഴുതിയതാണ്. അദ്ദേഹം മഹാത്മാവായ തിരുജ്ഞാന സംബന്ധരുടെ ശിഷ്യരായിരുന്നു. ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമല്ലായിരുന്നു. എന്നാൽ ശ്രീനാരായണ ഗുരു ഒരു ദിവസം വള്ളത്തിൽ ദീർഘദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ ഗൃഹസ്ഥ ശിഷ്യന്മാരായ മറവൂർ ഭാസ്കരൻ നായർ തുടങ്ങിയവർക്ക് ഇതുപദേശിക്കുകയും അവരിത് കുറിച്ചെടുക്കുകയും അങ്ങനെ മലയാളക്കരയിൽ ഈ ഗ്രന്ഥം പ്രസിദ്ധമായി തീരുകയും ചെയ്തു. നമുക്ക് ഈ വെൺപ ആദ്യം ഒന്ന് നോക്കാം, അതിനുശേഷം ഇതിൻ്റെ അർത്ഥം ചിന്തിക്കാം. ഉടൽ പൊറികൾ ഉത്കരണത്തോടു ഗുണം വായു വിടവിടവേ നാദാന്ത വീടും നടുനിലയായി തന്നൊഴിവും പേരിമ്പസാഗരമും ശന്തഴിവാർ എന്നപ്പെടാർ കണ്ടറിയാരേ. ഉടൽ പൊറികൾ, അതായത് ആദ്യം ഈ പഞ്ചകോശങ്ങളിൽപ്പെട്ട കാര്യങ്ങളെ പറയുകയാണ്. അവയൊക്കെ തള്ളി അവയ്ക്കകത്തായിട്ടിരിക്കുന്ന ഈ ആത്മസത്യത്തെ കണ്ടുപിടിക്കുന്ന മെത്തേഡ് പറയുകയാണ്. ഉടൽ എന്നുവെച്ചാൽ ശരീരം. സാധാരണ ആൾക്കാർക്ക് ഈ ശരീരമാണ് ആത്മാവ്, ചാർവാകന്മാർക്കും അതുപോലുള്ള ആൾക്കാർക്കും. ഇനി പൊറികൾ, ഇന്ദ്രിയവും ഇന്ദ്രിയ വിഷയങ്ങളും, മാത്രകളെന്ന് നമ്മൾ പറയും. ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളുമായി ഇൻറ്ററാക്ട് ചെയ്യും. ഉത്കരണം, അതായത് അന്ധക്കരണം, ഉള്ളിലുള്ള കരണമാണ് അന്ധക്കരണം. ഈ ഇന്ദ്രിയങ്ങളൊക്കെ ബഹിർകരണങ്ങളാണ്. അപ്പോൾ ഉത്കരണങ്ങളും ഗുണം, ഈ ത്രിഗുണങ്ങൾ അറിയാമല്ലോ, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇനി വായു, പഞ്ചപ്രാണന്മാർ, വിടവിടവേ, ഇതിനെയൊക്കെ നമ്മൾ പതുക്കെ നേതി ചെയ്ത് അറിഞ്ഞ് ഇവയൊക്കെ ജഡങ്ങളാണ്, അചേതന വസ്തുക്കളാണ്, ആത്മാവല്ല എന്ന് അറിഞ്ഞ് വിടവിടവേ നമ്മളാണ്, നമ്മുടെ ആത്മാവാണെന്ന് നമ്മൾ ധരിച്ചിരുന്ന വസ്തുക്കളെ അവ എൻ്റെ ആത്മാവല്ല എന്ന് അറിഞ്ഞ് വിടവിടവേ നാദാന്ത വീടും. അപ്പോൾ ആ നാദാന്തമായിരിക്കുന്ന ആ നിലയിൽ നമ്മളെത്തി. ആ നാദാന്തമായിരിക്കുന്ന അരുളിൽ എത്തിച്ചേർന്നിട്ട് നടുനിലയായി ആ പര എന്ന് പറയുന്ന ആനന്ദാനുഭവത്തിലെത്തി. അപ്പോൾ ഞാൻ ആ പരയിൽ ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് ജീവബോധം നിലനിൽക്കുകയാണ്. തന്നൊഴിവും ആ ജീവബോധം കൂടെ വിടുമ്പോൾ ശുദ്ധമായ ആനന്ദമായി. അത് പെരുകി വരുമ്പോൾ പേരിമ്പസാഗരവും, അതീതാവസ്ഥ, അകവും പുറവും. ഇപ്പോൾ കടൽ വന്ന് എല്ലായിടത്തും പ്രളയകാലത്തിൽ ഭൂമി മുഴുവനും കടൽ കൊണ്ട് നിറയുന്നത് പോലെ ഈ ആനന്ദം കൊണ്ട് എങ്ങും നിറഞ്ഞിരിക്കുന്ന ആ പേരിമ്പസാഗരവും ശന്തഴിവാർ എന്നപ്പെടാർ, അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്?
കാരണം അത് ആനന്ദാതീതമായ അവസ്ഥയാണ്, പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. കണ്ടറിയാരേ, അത് കണ്ടറിയൂ, അത് അനുഭവിച്ചറിയൂ, അല്ലാതെ അതിനെക്കുറിച്ച് എന്ത് പറയാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ അമേരിക്കയിലൊക്കെ പോയിട്ട് വരുന്നവരോട് ചോദിക്കില്ലേ എങ്ങനെയിരുന്നു യാത്രയൊക്കെ, എങ്ങനെയുണ്ടായിരുന്നു, ഡിസ്നി ലാൻഡ് എങ്ങനെയാണ്, കണ്ടിട്ടില്ല. അപ്പോൾ അവർ പറയും വളരെ മനോഹരമായിരുന്നു, ഇങ്ങനെ അതിലൊന്ന് ഇരുന്ന് നോക്കണം. അപ്പോൾ അതൊക്കെ നിങ്ങൾ അനുഭവിച്ച് തന്നെ അറിയണം, കണ്ടറിയാരേ. അതുപോലെ ഈ ആത്മാനുഭവവും നമുക്ക് അനുഭവിച്ച് തന്നെ അറിയണം, കണ്ടറിയാരേ. അപ്പോൾ ഈ പഞ്ചകോശ വിവരണമൊക്കെ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് തൈത്തിരീയ ഉപനിഷത്തിലാണ്. എൻ്റെ 2-ാം അധ്യായമായ ബ്രഹ്മാനന്ദവല്ലിയിലാണ് ഈ പഞ്ചകോശ വിവേകം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ യോവേദ നിഹിതം ഗുഹായാം പരമേ വ്യോമൻ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഒരു ഹൃദയ ഗുഹയുണ്ടെന്നും ആ ഹൃദയ ഗുഹയ്ക്കകത്ത് പരമേ വ്യോമൻ, ആ പരമമായ ആ ഒരു ആകാശം, അതായത് ബ്രഹ്മം നമ്മുടെ ഹൃദയ ഗുഹയ്ക്കകത്ത് നമുക്കറിയാൻ പറ്റുമെന്നും അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ മതിയെന്നും ആ ഹൃദയ ഗുഹയ്ക്ക് ചുറ്റും ഉറകൾ പോലെ ഈ കോശങ്ങളിരിപ്പുണ്ടെന്നും, അതായത് വാളിന് നമ്മൾ ഉറ വയ്ക്കത്തില്ലേ, അതുപോലെ ഈ ഹൃദയ ഗുഹയ്ക്ക് അകത്തിരിക്കുന്ന ആത്മാവിന് 5 കോശങ്ങളാകുന്ന ഉറകൾ ഇരിക്കുന്നുവെന്നും ആ ഉറകളെയൊക്കെ ഓരോന്നായി മാറ്റി മാറ്റി നമ്മൾ ആ ഹൃദയ ഗുഹയ്ക്കകത്തേക്ക് ചെല്ലണമെന്നും ഈ തൈത്തിരീയോപനിഷത്ത് നമുക്ക് പറഞ്ഞു തരുന്നു. അപ്പോൾ ഈ 5 കോശങ്ങളെന്ന് പറയുന്ന അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഇങ്ങനെ 5 കോശങ്ങളാണ്. ഇതിനകത്താണ് ഈ ഗുഹയിൽ ഈ ആകാശം, പരമമായ ആകാശം, അതായത് ബ്രഹ്മം ഇരിക്കുന്നത് എന്ന് കാട്ടിത്തരികയാണ്. ഈ പണ്ടൊക്കെ ഈ രാജാക്കന്മാർ കൊട്ടാരം കെട്ടുമ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ അകത്തുനിന്ന് വെളിയിൽ കടലിലോട്ടൊക്കെ ചില ഗുഹാമാർഗങ്ങളുണ്ടാവും. ഇവിടെ ഈ മാർത്താണ്ഡവർമ്മ കുതിരമാളിക കെട്ടിയപ്പോൾ കോട്ടയ്ക്കകത്തുനിന്ന് ഈ കടൽ തീരത്തേക്ക് ഒരു അടിയിൽ കൂടെ ഒരു ഗുഹാമാർഗം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ കൂടെ വേണമെങ്കിൽ താഴോട്ട് ഇറങ്ങി അങ്ങ് കടലിലോട്ട് പോകാം. അപ്പോൾ അതുപോലെ നമ്മൾ ഉള്ളിലോട്ടങ്ങോട്ട് ഇറങ്ങി ഈ പേരിമ്പമാകുന്ന സാഗരത്തിൽ നമുക്ക് എത്തിച്ചേരാം. അപ്പോൾ അതിനായിട്ട് ഈ പഞ്ചകോശങ്ങളെ വിവേകം ചെയ്ത് ബുദ്ധി കൊണ്ടറിഞ്ഞ് വിവേകം കൊണ്ട് അതിനെ ഓരോന്നായി തള്ളി മാറ്റണം. അപ്പോൾ ഈ അന്നമയ കോശം എന്ന് പറയുന്നത് ഈ ശരീരമാണ്. അന്നം കൊണ്ടുണ്ടായി, അന്നം കൊണ്ട് വലുതായി, അന്നത്തിൽ തന്നെ തിരിച്ചു ലയിക്കുന്ന ഈ ശരീരത്തെയാണ് അന്നമയ കോശം എന്ന് പറയുന്നത്. അതിനകത്ത് പഞ്ചപ്രാണന്മാരുള്ള പ്രാണമയ കോശം, ആ പ്രാണമയ കോശമാണ് ഈ ശരീരത്തെ താങ്ങി നിർത്തിയിരിക്കുന്നത്. ആ പ്രാണമയ കോശത്തിനകത്ത് മനസ്സ്, സങ്കല്പ വികല്പാത്മകമായ മനസ്സും ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കൂടെ ചേർന്ന് മനോമയ കോശം, ആ മനോമയ കോശത്തിനകത്ത് ബുദ്ധിയും ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി ചേർന്ന് വിജ്ഞാനമയ കോശം, അതാണ് നിശ്ചയിക്കുന്നത്. അതിനൊരു ശ്രദ്ധയുണ്ടാകുന്നത്, വിശ്വാസമുണ്ടാകുന്നത് ഒക്കെ ഈ വിജ്ഞാനമയ കോശത്തിനാണ്. അപ്പോൾ ഈ വിജ്ഞാനമയ കോശത്തിനകത്ത് ആനന്ദമയ കോശം, അപ്പോൾ ആ ആനന്ദമയ കോശത്തിലാണ് നമുക്ക് ഈ പുണ്യം കൊണ്ടുണ്ടാകുന്ന സുഖവും ഉറക്കത്തിലെ സുഖവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത് ഈ ആനന്ദമയ കോശത്തിലാണ്. ആ ആനന്ദമയ കോശത്തിനും അകത്തായിട്ടാണ് ഈ ഗുഹയ്ക്കകത്തിരിക്കുന്ന ഈ വ്യോമൻ, പരമമായ വ്യോമൻ, പരമേ വ്യോമൻ, ആ ബ്രഹ്മം
അപ്പോൾ ആ ബ്രഹ്മത്തെ ഈ പഞ്ചകോശ വിവേകത്താൽ അറിയുക. അപ്പോൾ ഈ 5 കോശങ്ങൾക്കും ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷിയുടെ രൂപത്തിലാണ് തൈത്തരീയ ഉപനിഷത്ത്. ആ പക്ഷിക്കൊരു തലയുണ്ട്, ശിരസ്സുണ്ട്, വലത്തെ ചിറകുണ്ട്, ഇടത്തെ ചിറകുണ്ട്, ഒരു ആത്മാവ്, പിന്നെ ഇതിൻ്റെ പ്രതിഷ്ഠയായിട്ട് വാല്, പുച്ഛമെന്ന് പറയും. അപ്പോൾ ആ രീതിയിലാണ് ഈ പഞ്ചകോശങ്ങളെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തൊക്കെയാണ് ശിരസ്, ഏതൊക്കെയാണ് വലത്തെ പക്ഷം, ഏതാണ് ഇടത്തെ ചിറക്, എന്താണ് ആത്മാവ്, എന്താണ് അതിൻ്റെ വാല് അല്ലെങ്കിൽ പുച്ഛം എന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കൂടുതൽ അറിയണമെന്നുള്ളവർക്ക് തൈത്തരീയ ഉപനിഷത്തിലെ പഞ്ചകോശ വിവേകം ഒന്ന് നോക്കാം. ഈ അന്നമയ കോശത്തിന് ഈ ശരീരം തന്നെയാണ്, ഇത് തന്നെയാണ് ശിരസ്, ഇത് വലത്തെ പക്ഷം, ഇത് ഇടത്തെ പക്ഷം, ഇത് ആത്മാവ്, ഇത് തന്നെയാണ് അതിൻ്റെ പുച്ഛം. പുച്ഛം എന്ന് വെച്ചാൽ വാല്. ഇനി പ്രാണമയ കോശത്തിന് പ്രാണനാണ് ശിരസ്, വ്യാനനാണ് വലത്തെ ചിറക്, അപാനനാണ് ഇടത്തെ ചിറക്, ആകാശമാണ് ആത്മാവ്, പൃഥിവിയാണ് അതിൻ്റെ പുച്ഛം അല്ലെങ്കിൽ വാല്. ഇനി മനോമയ കോശത്തിന് യജുസാണ് ശിരസ്, ഋക്ക് വലത്തെ പക്ഷവും സാമം ഇടത്തെ പക്ഷവുമാണ്. ഈ ആദേശം, അതായത് ബ്രാഹ്മണ ഭാഗങ്ങളാണ് അതിൻ്റെ ആത്മാവ്. ഈ അഥർവ അങ്കിരസ് മന്ത്രങ്ങളാണ് അതിൻ്റെ പുച്ഛം അല്ലെങ്കിൽ അതിൻ്റെ വാല് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഷ്ഠ. ഇനി വിജ്ഞാനമയ കോശത്തിൻ്റെ ശ്രദ്ധയാണ് ശിരസ്, ഋതം അല്ലെങ്കിൽ റൈറ്റിയസ്നെസ് ആണ് അതിൻ്റെ വലത്തെ പക്ഷം, സത്യം അല്ലെങ്കിൽ സത്യമാണ് അതിൻ്റെ ഇടത്തെ പക്ഷം, യോഗ അല്ലെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷനാണ് അതിൻ്റെ ആത്മാവ്, മഹാൻ അല്ലെങ്കിൽ മഹത്താണ് അതിൻ്റെ പുച്ഛം അല്ലെങ്കിൽ പ്രതിഷ്ഠ. ഇനി ആനന്ദമയ കോശത്തിന് പ്രിയമാണതിൻ്റെ ശിരസ്, മോദമാണതിൻ്റെ വലത്തെ പക്ഷം, പ്രമോദമാണതിൻ്റെ ഇടത്തെ പക്ഷം. ഇനി ആനന്ദമാണതിൻ്റെ ആത്മാവ്, ബ്രഹ്മമാണതിൻ്റെ പുച്ഛം. അപ്പം അങ്ങനെ ഈ പഞ്ചകോശ വിവേകം ചെയ്തിട്ട് ഈ ഹൃദയ ഗുഹയിലുള്ള ആത്മാവിനെ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നാദാന്ത വീടും ഈ നാദാന്ത സ്ഥാനമായിട്ട് നമ്മൾ എത്തിച്ചേരും. ഈ പ്രപഞ്ച ഭ്രമങ്ങളൊക്കെ ഒടുങ്ങുന്ന ഒരു സ്ഥാനമായിട്ട് നമ്മൾ എത്തിച്ചേരും, അരുളുദയം ചെയ്യും. അതിൽ മുന്നോട്ട് പോകുമ്പോൾ പക്ഷെ അവിടെ ജീവബോധത്തിൻ്റെ ലാഞ്ചനയുണ്ട്. അതും കടന്ന് തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ ശുദ്ധമായ ആനന്ദമായി. ആ ആനന്ദത്തെയും അങ്ങ് ലിമിറ്റ്ലെസ്സാക്കി മാറ്റുമ്പോൾ ബൗണ്ടറീസ് ഇല്ലാത്ത പേരിമ്പ സാഗരമായിട്ട് അകവും പുറവും മുകളിലും താഴെയും വലതുവശത്തും ഇടതുവശത്തും എല്ലാം നിറഞ്ഞിരിക്കുന്ന ആനന്ദമായ പേരിമ്പമായിരിക്കുന്ന സാഗരമായിട്ട് ഈ ബ്രഹ്മത്തെ അനുഭവിക്കാൻ പറ്റും. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കണ്ടറിയാരേ കണ്ടറിയാരേ, അത് നിങ്ങൾ കണ്ടറിഞ്ഞോളൂ. എനിക്കത് പറയാനായിട്ട് എനിക്ക് ലിമിറ്റേഷനുണ്ട്. നിങ്ങളതിൽ മുന്നോട്ട് പോവുക, അതനുഭവിക്കുക. അങ്ങനെ കണ്ടറിയാരേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെൺപ നിർത്തുന്നു.